ഒരു ഹോം ബേക്കർ എങ്ങനെ ആകാം എന്നുള്ളതിൻ്റെ തേർഡ് വീഡിയോ. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നോക്കാം. വിപ്പിംഗ് ക്രീം എങ്ങനെ വിപ്പ് ചെയ്തെടുക്കാമെന്ന് പഠിക്കാം. ഹാൻഡ് ബീറ്ററിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നു. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാനിവിടെ പ്രസ്റ്റീൻ്റെ ബ്ലൂ കളറിലുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പ്രസ്റ്റീൻ, വിവോ, പിന്നുള്ളത് എന്താ, ഫിയോണ, റിച്ച് ഗോൾഡ്, ഒരുപാട് വിപ്പിംഗ് ക്രീമുകളുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഐസിങ് ഷുഗറാണ് ഞാനിട്ട്, 1 ടീസ്പൂൺ വാനില എസൻസും. ഈ ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ട, അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് ഞാൻ ഒരു വീഡിയോയിലിടാം. ഇപ്പം നിങ്ങൾ ഓർക്കുക, ഐസിങ് ഷുഗറും ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രീം ബീറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ 1ാമത്തെ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഓരോ മിനിറ്റ് അല്ല സെക്കൻഡ് കഴിയുന്നതനുസരിച്ച് നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടി ലാസ്റ്റ് ഫുൾ സ്പീഡിലിട്ടിട്ട് വേണം വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നോക്കിക്കേ, വിപ്പായി വരുന്നതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു ഒരു വാട്ടറി കൺസിസ്റ്റൻസി ഉണ്ടായിരുന്ന ക്രീം തിക്കായി വരുമ്പോൾ അത് ഈ ബീറ്റർ പോകുന്നിടമെല്ലാം ഒരു വേവി പാട് കണ്ടോ, വേവായിട്ടൊരു പാട് കണ്ടോ. ഇതാണ് ഈ വിപ്പിംഗ് ക്രീം വിപ്പാവുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ക്രീം എടുക്കുന്നോ വിപ്പായി കഴിയുമ്പോൾ ഈ ക്രീം അങ്ങ് ഡബിൾ ആകും. അതിനായി ഈ ചെറിയ പാത്രം ഞാൻ എടുത്തത് കണ്ടോ, പാത്രം നിറഞ്ഞു വരുന്നത് കണ്ടോ. അപ്പം ഇപ്പം ക്രീം നോക്കിക്കേ, ഈ ബീറ്ററിൽ നിന്ന് പോകുന്നേ ഇല്ല. ഇതാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി ബീറ്ററിൽ നിന്ന് നമ്മൾ ക്രീം ഫുൾ ഇരിക്കുന്നത് ക്രീം ആ പാത്രത്തിൽ തന്നെ വീഴുന്നതിന് ചെറിയ സ്പീഡിൽ ഒന്നേലിട്ടൊന്ന് കറക്കിയിട്ട് വേണം ബീറ്റർ എടുക്കുക. അപ്പോൾ ബീറ്ററിൽ പറ്റിയിരിക്കുന്ന എല്ലാം ആ ക്രീമിനകത്ത് വീഴും. ഇനി സ്പാച്ചില വെച്ച് നമുക്കതെല്ലാം ഒന്ന് നേരെയാക്കി മാറ്റി വെച്ചു. ഇനി സ്റ്റീൽ പാത്രത്തിൽ എങ്ങനെ ബീറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഒരു ഹോം ബേക്കറിൻ്റെ തുടക്കത്തിൽ പറ്റിയ അബദ്ധം. ഇതാർക്കും പറ്റാതിരിക്കാൻ പറയുക. നോക്കിക്കേ, ആ ബീറ്റർ അല്ല ഈ ബീറ്റർ. ഇതൊരു ബ്ലാക്ക് കളറിലെ ഇംപെക്സിൻ്റെ, മറ്റേത് വൈറ്റ് കളറിൽ ജി ട്രാക്കിൻ്റെ ടെർബോ എന്ന് പറയുന്ന കുറച്ചും കൂടെ സ്പീഡ് ഉള്ളൊരു ഹാൻഡ് ബീറ്ററാണ്. ഇതാണ് ഈ സ്റ്റീൽ പാത്രത്തിൽ ഒരഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഹാൻഡ് വിസ്ക് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഈ അബദ്ധം ആർക്കും പറ്റരുത്. ഇനി നമ്മൾ എടുക്കുന്ന പാത്രം എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. ഒട്ടും വെള്ളം അതിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഹാൻഡ് വിസ്കും പിന്നെ ഇത്രയും കാര്യങ്ങൾ ഒട്ടും വെള്ളം ഇല്ലാതെ ഇരിക്കണം. ചിലരൊക്കെ ഐസൊക്കെ അടിയിലിട്ടിട്ട് ബീറ്റ് ചെയ്യുന്നത് കാണാം. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ക്രീം ബീറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇപ്പം പരുവായി വന്നിട്ടുണ്ട്, നല്ല വേവ്സ് ആയി തുടങ്ങി. പിന്നെ ഒരു കാര്യം, ഇനി ഇതിൽ കൂടുതൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ബീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രീമിലെല്ലാം ബബിൾസ് വരും. എയർ ബബിൾസ് വന്നിട്ട് നമുക്ക് കേക്ക് ഒരു ഫിനിഷിങ് ചെയ്യാൻ പറ്റത്തില്ല. ബബിൾസ് പൊട്ടി നമുക്ക് ക്രീം പിരിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ബീറ്റ് ചെയ്ത് ഒരു 2-3 തവണ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രീം നമ്മൾ ഉണ്ടാക്കി ഹോം ബേക്കേഴ്സ് ആവുമ്പം ഒരു 2 ദിവസമൊക്കെ നമുക്കത് കുറച്ച് ബാക്കി വന്നാൽ പേരെഴുതാനും ഒക്കെ ഉപയോഗിക്കാം. ഒരാഴ്ച കൂടുതൽ വെച്ചിട്ട് ബാലൻസ് വരുന്ന ക്രീം നമ്മൾ ഒരിക്കലും ഹോം ബേക്കിങ്ങിൽ ക്രീം തേച്ച് കൊടുക്കരുത്. കാരണം നമ്മളെപ്പോഴും ഫ്രഷായിട്ട് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും കേക്ക് സെയിൽ ചെയ്യുമ്പം കൊടുക്കാനൊക്കെ ഉണ്ട്. പിന്നീട് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രീം സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാണ്. ഞാൻ ഡോറിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും തണുപ്പൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചൂടായിക്കഴിഞ്ഞാൽ ക്രീം ബീറ്റാവാതെ അത് കേടായി പോകും. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി. ഇനി ക്രീമിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അത് ഉണ്ടായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. നോക്കിക്കേ, തിരിച്ചു പിടിച്ചാലും ഈ ക്രീം താഴോട്ട് വീഴരുത്. ഇതാണ് പരുവം. എന്തായാലും വീഡിയോസ് കണ്ടിന്യൂ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഒരു പ്രചോദനം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. ഒന്നും അറിയാത്തവർ എങ്ങനെയാണ് ഒരു ഹോം ബേക്കർ ആവുന്നതെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻസും ഷെയറും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.